ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ കഞ്ഞിയും ചമ്മന്തിയും വെച്ചിട്ടാണ്. അതിനകത്ത് ഞാൻ നേടിയെടുത്തതെല്ലാം ആത്മബന്ധങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ ഫുഡ് ബന്ധമാണ്. അതല്ലാണ്ട് എനിക്ക് വേണ്ടി ആരും അങ്ങനെ തലേ തൊട്ടപ്പനായിട്ട് വന്ന് എന്നെ ഇന്ന ആളിതാണോ, ഇല്ലെ ഇന്ന ഇതിലുള്ളതാണ്, ഇല്ലെ ഇന്ന കാറ്റഗറിയിലുള്ളതാണ്, ഇല്ലെ ഇയാളുടെ അച്ഛൻ സെലിബ്രിറ്റിയാണ്, ഇല്ലെ ഇയാളുടെ അമ്മ പൊളിറ്റീഷ്യനാണ്. നത്തിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് കഞ്ഞിയും ചമ്മന്തിയും, ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചമ്മന്തിയെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റ്ലി ഒരാൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ ചമ്മന്തി ഷെഫ്, കഞ്ഞി ഷെഫ്, സോ വാട്ട് അല്ലേ? നമ്മൾ കേരളത്തിൻ്റെ പ്രശ്നം എന്താ? ഇപ്പോൾ നമ്മൾ ശശി എന്ന് പറഞ്ഞാൽ ഒരു തെറിയായി, ബാബു എന്ന് പറഞ്ഞാൽ ഒരു ലോ ക്ലാസ് നെയിമായി, കഞ്ഞി എന്ന് വിളിച്ചാൽ അത് പോടാ കഞ്ഞി. അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു ഒരു ഒരു വിരോധാഭാസമാണ്. എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം. സോ വാട്ട്? ഇപ്പോൾ ഒരു സിനിമയിൽ തന്നെ കഞ്ഞി എടുക്കട്ടെ എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ചിരിക്കുക അല്ലേ? എന്താ കഞ്ഞി അത്രയും മോശമാണ്? നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ, നിങ്ങൾക്കൊരു പനി വരുമ്പോൾ, നിങ്ങളൊരു പ്രതിസന്ധിയിൽപ്പെട്ട് നിങ്ങളെ വയറ് കോംപ്ലിക്കേറ്റ് ആണ്, നിങ്ങൾ കൂടെ നിൽക്കുന്ന ആര് അല്ലേ? അതിനെയാണോ നിങ്ങൾ പുച്ഛിച്ച് കാണുന്നത്? അപ്പോൾ നിങ്ങൾ അത്രയേ ഉള്ളൂ? എൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഞാൻ അതിനെയാണ് ഏറ്റവും ഗ്രാൻഡായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കഞ്ഞി എന്ന് പറഞ്ഞാലും ചമ്മന്തി പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. അത് നിങ്ങളുടെ മൈൻഡിനകത്തുള്ള സെറ്റല്ലേ. ബട്ട് ഐ എം യുവർ ബെസ്റ്റ് ഫ്രണ്ട് വെൻ ഇറ്റ് കംസ്